ശരത് പവാറിനെ ചൊറിഞ്ഞു അമിത്ഷാ, കണക്കിന് കൊടുത്തു ശരത് പവാർ. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ വാർത്താമാധ്യമങ്ങളിലൊക്കെ 2 ദിവസമായി നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന വേളയിൽ അവർ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലിൻ്റെ ഫലങ്ങൾ ഈ രാഷ്ട്രീയ എരുതിയിൽ എണ്ണയൊഴിച്ച് ചട്ടി ചൂടാക്കുന്നതിനുള്ള പടപ്പുറപ്പാട് കൂടിയാണ്. ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് ശരത് പവാർ മറുപടിയിലൂടെ തെളിയിക്കുകയും ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. അവിടെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഇന്ത്യ ബ്ലോക്കും അതോടൊപ്പം തന്നെ മറുവശത്തുള്ള മുന്നണിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ത്യ ബ്ലോക്കിൽ കോൺഗ്രസും NCPയും ഉദ്ധവ് താക്കറെ പക്ഷവും അടങ്ങുന്ന ഒരു ശക്തമായ പാർലമെൻറ്റ് ഇലക്ഷനിൽ നല്ല മത്സരം കാഴ്ചവെച്ചവരാണുള്ളത്. അതിലെ കാരണവർ, അതിൻ്റെ ശക്തി ശരത് പവാറാണ്. ശരത് പവാറിൻ്റെ മരുമകൻ അജിത് പവാറിനെ അടിച്ചുകൊണ്ട് പോയെങ്കിലും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, അത് പൊടിഞ്ഞ് തുരുമ്പിച്ചില്ലാതാകുന്ന സ്റ്റേജിലുമാണ്. അപ്പോഴാണ് നമ്മുടെ ശരത് പവാർജിക്കെതിരെ അമിത്ഷാജി നടത്തിയ ഒരു പ്രയോഗം വളരെ ശക്തമായി മാധ്യമങ്ങളിൽ വന്നത്. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ അഴിമതികളുടെയും ചക്രവർത്തിയാണ് ശരത് പവാർ എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ശരത് പവാർ അറിയാതെ ഇന്ത്യയിൽ ഒരു അഴിമതിയും നടക്കുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ശരത് പവാറിനെ ഉന്നം വെച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും വ്യാപകമായ പ്രചരണം മഹാരാഷ്ട്രയിൽ നടത്തിയിരുന്നു. ഒടുവിൽ തിരിച്ചടി കിട്ടിയപ്പോൾ ആ വ്യക്തിയാധിക്ഷേപം ഒരു കാരണമായെന്ന് അവിടുത്തെ സംസ്ഥാന ഘടകം വിലയിരുത്തിയെങ്കിലും അമിത്ഷാജി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത വിധമാണ് ഈ തട്ടുകൊടുത്തത്. ഉരുളയ്ക്കുപ്പേരി പോലെ ശരത് പവാറിൻ്റെ മറുപടി വന്നു. അതെ, ഞാൻ വലിയ അഴിമതിക്കാരനാണ്, പക്ഷേ ഈ പറയുന്ന ആളോ സ്വന്തം സംസ്ഥാനത്ത് നിന്ന് 2 വർഷത്തേക്ക് ജനിച്ച സംസ്ഥാനത്ത് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പടിയടച്ച് പിണ്ഡം വെച്ച് ഓടിച്ച ആളാണ് എന്നെ അഴിമതിക്കാരനായി പറയുന്നത്. അതൊരു പഴയ കഥ, അത്രമേൽ മറവിയിലേക്ക് മറന്നുപോയിട്ടില്ലാത്ത കഥ. ഗുജറാത്തിൽ നടന്ന ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ സുപ്രീം കോടതി 2010 2 വർഷത്തേക്ക് ഈ അന്വേഷണം നടക്കുന്ന കാലയളവിൽ ഗുജറാത്തിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് പുറത്തു നിർത്തിയതായിരുന്നു അമിത്ഷാ. ആ കാര്യമാണ് ശരത് പവാർ ഓർമ്മിപ്പിച്ചത്. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വന്തം നാട്ടിൽ കയറരുതെന്ന് പറഞ്ഞ് പുറത്തു നിർത്തിയ ആളാണ് എന്നെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ വരുന്നത്. അതിലെത്രയോ ഭേദമാണ് താനെന്ന് ആ പ്രസ്താവനയിലൂടെ ഒരിക്കൽ കൂടി രാജ്യത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു ശരത് പവാർ. അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ വിമർശനം എല്ലാ ദേശീയ മാധ്യമങ്ങളിലും വലിയ വാർത്തയായി, പഴയ കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലായി. ഒരുപക്ഷെ അമിത്ഷയ്ക്ക് തോന്നിയിട്ടുണ്ടാവും ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങണ്ടെന്ന്.